അവിടെ കയറിക്കൂടി എല്ലാ രഹസ്യങ്ങളുടെയും ചുരുളുകൾ അവർ അഴിച്ചോളും. സ്വാമി ഒരു മണ്ടനല്ലെന്നറിയാലോ. നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ അയാൾ പ്രവർത്തിച്ചു തുടങ്ങിക്കാണും. ഏത് ബുദ്ധിമാനും അബദ്ധങ്ങൾ പറ്റും. നീ കേട്ടിട്ടില്ലേ, ഒരുപാട് ബുദ്ധിയുള്ള പൊന്മാൻ മുട്ടയിടുന്നത് കിണറ്റിലാണെന്ന്? അയ്യേ, എന്താന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നേ? പോകുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെ നശിപ്പിക്കാന്നാണോ? ഞാൻ അങ്ങനെ ഒരാളാണെന്ന് മുത്തശ്ശിക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? എടി, എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല, ഇഷ്ടവും ഇല്ല. അതുകൊണ്ട് നീ എങ്ങനെയൊക്കെ ന്യായീകരിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല. 30 ദിവസം കഴിയുമ്പോ പോവോന്ന് ചോദിക്ക് പാർവതി. നമുക്കറിയേണ്ടത് അതല്ലേ? മുത്തശ്ശി, ഞാൻ പോവില്ല എന്ന് തോന്നുന്നുണ്ടോ മുത്തശ്ശിക്ക്? ഞാൻ വാക്ക് മാറ്റില്ല. പോവുന്ന ദേവിക പറഞ്ഞാ പോയിരിക്കും. അല്ല, നിന്നെ ഉപദേശിക്കാൻ ചുറ്റിലും ഒരുപാട് പേരുണ്ടല്ലോ. നിനക്കാണെങ്കിൽ ഞങ്ങളെക്കാൾ സ്നേഹം അവരോടാണ് താൻ. അപ്പോ എപ്പോഴാ നീ പറഞ്ഞ വാക്ക് മാറ്റുകയെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ചോദിച്ചു പോയതാ. പേടിക്കണ്ട മുത്തശ്ശി, 31-ാം ദിവസം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരിക്കില്ല. സന്തോഷം. ആ ദിവസം ഒന്ന് വേഗം വരണേന്നാ ഇപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന. ഇങ്ങനെയൊക്കെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റമ്മേ ചെയ്ത്? നീ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നീ വരുന്നതിന് മുൻപ് എന്ത് സന്തോഷത്തോടെ ജീവിച്ച വീടാന്നറിയോ നിനക്ക്? ഈ വീടിന്റെ സകല സന്തോഷവും തല്ലിക്കെടുത്തി ദുഃഖം കൊണ്ട് നിറച്ചത് ദേവികയാ. എടി, ഈ വീട്ടിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ കാരണം ആരാ? നീ തന്നെയല്ലേ? നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം, എങ്കിലേ ഈ വീടിന് ഗതി പിടിക്കും. സത്യം പറയുമ്പോ മുഖം വീർപ്പിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യമില്ല. ഉള്ളതേ ഞാൻ പറഞ്ഞോളൂ. അത് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അത് ഞങ്ങളുടെ കാര്യമല്ല. മതി 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 മുത്തശ്ശി, കേട്ടെടുത്തോളം മതി. തൃപ്തിയായി, സന്തോഷം. 30 ദിവസം കഴിയാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോ ആ ദിവസം വേഗം വരാൻ വേണ്ടി കാത്തിരിക്കാം. ഏറ്റെടുത്ത ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ലായിരുന്നെങ്കിൽ 30 ദിവസം കഴിയുന്നതിന് മുൻപേ ഞാനിവിടുന്ന് ഇറങ്ങിയേനെ. അപ്പൊ പോകുന്ന ഉറപ്പായി. പോയില്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ മനസ്സ് മടുത്തിറങ്ങി പോവും. അവള് പറഞ്ഞത് 30ന്റെ കണക്കാണെങ്കിലേ അതിന് മുമ്പ് ഇറക്കി വിടാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിലാ നമ്മളുടെ കഴിവ് കാണിക്കേണ്ടത്. മനസ്സിലായോ? അവൾ ഈ വീടിന്റെ ശാപമാ പാർവതി. അതുകൊണ്ടല്ലേ നമ്മൾ ഇറങ്ങിപ്പോവാൻ പറയുന്നത്. 30-ാം ദിവസം വരട്ടെ, അന്നത്തോടെ നമ്മുടെ വീടിന്റെ പ്രശ്നങ്ങൾ മുഴുവനും തീരും. പോവാൻ തീരുമാനിച്ചോ? അവരങ്ങനെ പലതും പറയും, നമ്മളതൊന്നും അനുസരിക്കണ്ട. എനിക്കറിയാം നീ എന്തിനാ പോകുന്നേന്ന്. എന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? അത് സമ്മതിച്ചു തരാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? എനിക്ക് നിന്റെ സമ്മതം വേണ്ടെങ്കിലോ? നീ ആരാടാ? എന്റെ രക്ഷകർത്താവോ? ദേ, ആളും തരവും നോക്കി വേണം ശരത്തെ പേടിപ്പിക്കാൻ. എടി, നീ ഈ വീട്ടിൽ നിന്ന് ഒരടി പോലും അനങ്ങില്ല. അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം. അറിയാലോ നിത്യ ഇത്രയും ദിവസം എങ്ങനാ കഴിഞ്ഞെന്ന്. അതേ അവസ്ഥയിൽ അവളെ വീണ്ടും എത്തിക്കാൻ ഞാൻ വിചാരിച്ച സാധിക്കും. കാണണോ നിനക്ക്? നീ ഇത്ര ക്രൂരനാണോടാ? എന്തുണ്ടെങ്കിലും എന്നോട് തീർക്ക്. എന്തിനാ വെറുതെ പാവത്തിന് ഉപദ്രവിക്കുന്നേ?
നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുക. എന്തിനാന്ന് നിനക്കറിയാമല്ലോ. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ. നമുക്ക് നോക്കാം നടക്കൂല്ലെന്ന്. ആഗ്രഹിച്ചതെല്ലാം ഈ ശരത്ത് നേടിയെടുത്തിട്ടുണ്ടി. നിന്നെയും എനിക്ക് കിട്ടും. കാത്തിരുന്നേച്ചാ മതി. നിന്നെ ഇവിടുന്ന് പുറത്താക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അശ്രമം വിജയിക്കും. എങ്കിൽ ഞാൻ തല മൊട്ടയടിച്ച് ചന്ദനം പൂശി പളനിക്ക് പോകും. എങ്കിലതിന് ഒരുങ്ങിക്കോ. അതിനി അധിക സമയമില്ല. കാണാം. എന്ത് കാണുന്ന ശരത്തേട്ടൻ പറയുന്നേ? അല്ല, ഈ വീടൊരു പൂങ്കാവനാവുന്ന കാണാമെന്ന. പൂങ്കാവനോ? പൂങ്കാവനോ ആവുമ്പോ ഈ വണ്ടും ചിത്രശലഭവും ഒക്കെ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അതിനെന്താ? എനിക്കിഷ്ടല്ല അതൊന്നും. നിത്യക്കുട്ടിക്ക് പിന്നെന്താ ഇഷ്ടം? പാമ്പ്. പാമ്പോ? പാമ്പിനെയാ എനിക്കിഷ്ടം. അതും നല്ല വിഷമുള്ള ഇനം. പാമ്പ് ഒത്തിയ ചാവും. നമ്മൾ തല്ലിയ പാമ്പും ചാവില്ലേ? അത് ശരിയാ. ഞാൻ ആദ്യമായിട്ടാ പാമ്പിനെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. അതും ഒരു പെൺകുട്ടി. എനിക്കെന്റെ ശരത്തേട്ടനില്ലേ, പിന്നെന്തിനാ ഞാൻ പാമ്പിനെയൊക്കെ പേടിക്കുന്നേ? അത് ശരിയാ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. മറക്കണ്ട ഞാൻ പറഞ്ഞത് പൂങ്കാവനം. എല്ലാം ഞാൻ കേട്ടു എടുത്തേ. എത്രയും വേഗം അവൻ ഇവിടുന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ അപകടമാ, മഹാ അപകടം. മാഡം, എന്താ? അത് ആ സ്വാമി കാണാൻ വന്നിട്ടുണ്ട്. വിളിക്ക്. ആഹാ, തീർത്ഥാടനവും പദയാത്രയും കഴിഞ്ഞ് സ്വാമി തിരിച്ചെത്തിയോ? ജയശങ്കർ സാറിനെ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റും മാഡം? ആ, അതില്ല. സ്വന്തം മോള് വരെ കൈവിട്ട അയാൾക്ക് ഇപ്പോ ഉള്ള ഏക ആശ്രയം സ്വാമിയല്ലേ? അല്ല, സ്വാമി പോയിട്ടെന്തായി? പോയ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നോ? നടന്നു. ഭഗവാനെ കൺകുളർക്ക് കണ്ടു തൊഴുതു. അതോടെ മനസ്സൊന്ന് തെളിഞ്ഞു. പക്ഷെ ആ തെളിച്ചം മുഖത്തില്ലല്ലോ സ്വാമി. അത് മാഡം, പിന്നെ സ്വാമി നിന്ന് വിൽക്കാതെ വന്ന കാര്യം പറ. മാഡം, എൻ്റെ ഒരു അപേക്ഷയാണ്. ആ, അത് കൊള്ളാലോ. ഞാൻ അപേക്ഷകളൊന്നും സ്വീകരിക്കാറില്ലെന്ന് സ്വാമിക്ക് അറിയില്ലേ? അത് ഞാൻ കാല് പിടിക്കാം മാഡം. ജയശങ്കർ സാറിന് കുറച്ച് സമയം കൂടി കൊടുക്കണം.